മാസങ്ങൾക്ക് മുൻപ് പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും CPM-നെയും അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന വിവാദമായിരുന്നു വീണ വിജയന്റെ മാസപ്പടി വിവാദം. അന്ന് സർക്കാരിനും വീണയ്ക്കുമെതിരെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾ തെളിവുകൾ സഹിതം രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CMRL കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്നായിരുന്നു മാത്യു കുഴൽനാടൻ MLA-യുടെ ആരോപണം. വീണ വിജയന് CMRL കമ്പനി മാസപ്പടി എന്തിനു നൽകി എന്നതിനുള്ള ഉത്തരമാണിത്. വർഷങ്ങളോളം CMRL-ന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും 3 വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും MLA ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും CMRL കമ്പനി നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ISB-യുടെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണം തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് പുതിയ നീക്കം. ISB മുൻപാകെ പരിശോധനയ്ക്ക് വന്ന രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം CMRL കമ്പനി 2016 ശേഷം 135 കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഓഫീസിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഡയറക്ടർമാർക്കാണ് അന്വേഷണ ചുമതല. വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. കേന്ദ്ര സർക്കാർ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ 12 പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും. ISB കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം SFIO ഏറ്റെടുക്കും. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന CMRL കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ CMRL കമ്പനിയിൽ 13.4% ഓഹരി നിക്ഷേപം ഉണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ? CMRL ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതെല്ലാമാണ് അന്വേഷണത്തിൽ പരിശോധിക്കുക. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3 വർഷമാണ് വീണയ്ക്ക് CMRL നിന്ന് പണം കിട്ടിയതെന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത്. ഇതിന് പ്രത്യേകമായ ഒരു സേവനവും IT സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ലെന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന് നൽകിയ മൊഴിയിലുള്ളത്. ഏതായാലും അന്വേഷണം അവസാനിക്കുന്നതോടെ മാസപ്പടി വിവാദത്തിൽ പിണറായിയുടെ രാഷ്ട്രീയമായ പങ്കുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾക്ക് ഉത്തരം കിട്ടും.